ഹായ്. ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ച സമയമാണല്ലോ, വേനൽക്കാല അവധി. ആ സമയത്ത് അധികം പിള്ളേരും എന്താ ചെയ്യുക, ഒന്നുകിൽ വിരുന്ന് പോവും അല്ലെങ്കിൽ കളിച്ച് നടക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു 3 കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അവരെന്താ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ എന്നെ ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഞാൻ വേദ, ഇത് അൻസിക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ മുത്തൊക്കെ പൈസ ഇട്ട് മുത്തൊക്കെ വാങ്ങി ഞങ്ങൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചില ബ്രേസ്ലെറ്റ് കമ്മലുകളൊക്കെയാണ് ഇത്. നോക്കട്ടെ, ഞാൻ ഒന്ന് കാണിച്ചു തന്നെ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ഞങ്ങൾക്കുള്ള ഒരു ചെറിയ തുക ഞങ്ങളിങ്ങനെ ശരി. സ്കൂളിൽ കുട്ടികൾക്കുള്ള കമ്മല്, കുഞ്ഞു കമ്മലുകൾ. ഇപ്പോൾ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വാങ്ങി. ഫസ്റ്റ് ഞങ്ങൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ രാത്രിയും രാവും എല്ലാം കുത്തിരിച്ച് ഉണ്ടാക്കിയതാ. ഇപ്പോൾ അപ്പം ഇത് നമ്മുടെ ഗംഗുമോൾ ഉണ്ടാക്കിയ കുഞ്ഞു കമ്മലാണ് അല്ലേ? പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി. ഇത് ശരിക്കും നമ്മൾ ഫാൻസിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും. നിങ്ങൾ 10-20 അങ്ങനെ വില വെച്ചിട്ട്. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർ നല്ല രസമുണ്ട്. ഇതുപോലെ പേര് എഴുതിയിട്ടുള്ളതെല്ലാം ഉണ്ടല്ലേ. നോക്കട്ടെ, ഇത് ഞങ്ങൾ ഗംഗേൻ്റെ പേര് എഴുതിയിട്ടുള്ള ജിയാണ്. പിന്നെ ബാക്കി കുറേ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ എല്ലാം എടുക്കാം. മോഡൽ കുറച്ച് വെറൈറ്റി ആണ്, കളർഫുള്ളാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ? ക്യൂട്ടായിട്ട് 30 രൂപ. 30 രൂപ. നമ്മളെ ബ്രേസ്ലെറ്റ്, ചെറിയ കുഞ്ഞു കമ്മല്. ഇത് എല്ലാവരും കാണുക, ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് കൈനെ കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് വെറൈറ്റി പേര് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അക്ഷരം വെച്ചിട്ടുണ്ട്. ഇത് അവളുടെ ജി വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ തണ്ണിമത്ത എല്ലാ മോഡൽസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പം ഇത് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങുക കേട്ടോ. ഇവിടെ അടുത്തുള്ളവരെല്ലാവരും നല്ല ഭംഗിയിൽ അവർ ഇതാ കോർത്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഹാൻഡ് മെയ്ഡ്. ശരിക്കും ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും വാങ്ങുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും 30 രൂപ, 10 രൂപ, 20 രൂപ. അപ്പോൾ അവരുണ്ടാക്കിയതാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ ഫാൻസിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയായിരിക്കും, 50, 60 അങ്ങനെ. അപ്പോൾ അവരൊരു ഹാൻഡ് മെയ്ഡാണ്, അതായത് നൂലൊന്നും സൂചി ഉപയോഗിക്കാതെ കൈകൊണ്ട് അങ്ങനെ കോർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് അവരൊരു കഴിവ് തന്നെയല്ലേ. ഈ മധ്യവേനൽ അവധി സമയത്ത് ഇങ്ങനെ ഓരോ കഴിവുകളുള്ള കുട്ടികൾ ഒരുപാടുണ്ടാവും. അവർ വിരുന്ന് പോവാതെ കളിച്ച് നടക്കാതെ ഒക്കെ അവരെ കഴിവ് പിന്നെ കണ്ടെത്തുന്ന കുട്ടികളാണ് കേട്ടോ. നമ്മളതിനെന്തായാലും പ്രോത്സാഹിപ്പിക്കണം. ഏതായാലും ഇത് എല്ലാവരും വാങ്ങണം. അവർ എന്നെ പറ്റിക്കാനും കൂടി വന്നതാണ് കേട്ടോ. ബ്രേസ്ലെറ്റുകൾ മാത്രമല്ല കേട്ടോ, മുത്തുകൊണ്ടുള്ള കമ്മലുകളും ഉണ്ട്. ചെറിയ കുഞ്ഞു കമ്മലും ഉണ്ട്, വലിയ കമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അവരെന്നോട് വേണോ ചോദിച്ചപ്പോൾ പിന്നെ ഞാനും ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരെൻ്റെ കയ്യിൽ ചേരുന്ന ഒന്ന് തന്നെ തന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? കുട്ടികൾ എന്നെ പറ്റിച്ചേ. ഞാനെന്നെ പറ്റിച്ചതല്ല, പെടുത്തിയതാണ്. മാല വേണോ? മാല കമ്മൽ, ബ്രേസ്ലെറ്റ്. അപ്പോൾ അവരെ സംരംഭത്തിൽ നമ്മളും കൂടി പങ്കാളികളാവണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ എന്നെയും കൂടി ഒന്ന് സാധനം വാങ്ങാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അവരെൻ്റെ കൈമ്മൽ കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. 20 രൂപയാണ് ഈ ഇതിന് വില. സാധാരണ നമ്മൾ ഫാൻസിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ചിലപ്പോൾ 50 രൂപ, 60 രൂപ, ചിലപ്പോൾ 40 രൂപയൊക്കെ ആയിരിക്കും. ഏതായാലും അവരത് പറഞ്ഞിട്ടാണ് തന്നത്. 50 രൂപ, 60 രൂപ വില ഉള്ളത് എനിക്ക് ഓഫറായിട്ട് 20 രൂപയ്ക്ക് തന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഏതായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംരംഭം തുടങ്ങിയിട്ടല്ലേ വലിയ സംരംഭകരാവൽ. അപ്പോൾ അവരെ കഴിവിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ ഇവിടെ അടുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിള്ളേരെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ട് അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പിന്നെ അവർക്ക്
സ്കൂൾ തുറക്കാനാകുമ്പോഴേക്ക് അവരുടേതായിട്ടുള്ളൊരു കുഞ്ഞു സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതായാലും കുട്ടികളുടെ ഈ കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ്ടേ.